ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരുടെയും നനച്ചുകൊള്ളി പണികളൊക്കെ തീർന്നു കാണുമല്ലേ? റംസാൻ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാനും തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം എൻ്റെയും പണികളൊക്കെ തീർന്നു കേട്ടോ. ഞാൻ എല്ലാം ഒന്നും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. ഡീപ്പ് ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് ഒരുപാട് ഭാരമാവാതിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ ഒന്നായിട്ട് ചെയ്തതല്ല, ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്തതാണ്. അതായിരിക്കും ഒന്ന് നോക്കുമ്പോൾ നല്ലതും കേട്ടോ. എനിക്ക് അതാണ് നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. നമ്മൾ ഒന്നായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടയേർഡാകും. കാലുവേദന, കൈവേദന, ശരീരവേദന എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ എണീക്കില്ല. ഇതിപ്പോൾ ഓരോ ദിവസമായിട്ട് ചെയ്യുമ്പോഴില്ലേ നമുക്ക് അധികം വലിയൊരു ഭാരമായിട്ട് തോന്നില്ല. അതുമാത്രമല്ല, നമ്മൾ അന്നുള്ള പണികൾ അന്നന്ന് ചെയ്ത് തീർക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്. ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ആഴ്ചയ്ക്ക് ക്ലീൻ ആക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ആദ്യം തന്നെ ലിവിങ് റൂമാണ് ക്ലീൻ ആക്കുന്നത്. ലിവിങ് റൂമിൽ ഈ കുട്ടികളെ സോഫിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോ മിഠായി കടലാസുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടായി തോന്നിയത് ലിവിങ് ആണ്. അവിടെ ഉണ്ടാവാറുള്ളൂ ഒരുപാട് ക്ലീനിങ്. അപ്പോൾ അത് ഞാൻ ചെയ്യാണ്. അൽഹംദുലില്ലാ, 1 ഇയർ ആവുന്നു ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. കഴിഞ്ഞ റമദാനിന് 3 ദിവസം മുമ്പായിരുന്നു കേട്ടോ പാല് കാച്ചിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ഷാബാൻ 28-നായിരുന്നു പാല് കാച്ചി, 29-ന് ഫങ്ഷനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ഞാൻ ക്ലീൻ ആക്കാൻ നിന്നത്. ഓരോ ദിവസമായിട്ടാണ് ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞില്ലേ. ഇത് ഞാൻ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഒന്ന് ക്ലീൻ ആക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ഈ കാറ്റായതുകൊണ്ട് നല്ലോണം പൊടി പിടിച്ചിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ജനൽ സൈഡിലും അതുപോലെ തന്നെ ഈ ഷെൽഫിൻ്റെ ഗ്ലാസ്സിലൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു. പിന്നെ കർട്ടനിലൊക്കെ ഞാൻ ലിക്വിഡിൽ മുക്കിയിട്ട് നല്ല കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ലിവിങ് റൂം ക്ലീൻ ആക്കിയത് പാച്ച് സ്കൂളിൽ പോയ ദിവസമാണ് കേട്ടോ. പാച്ചും എല്ലാ ഇക്കയും ഓഫീസിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഫൈസ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞതും ഉറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സോഫയിൽ കിടന്ന് അങ്ങനെ ഉറങ്ങി. പിന്നെ ഞാൻ അവനെ അടുത്ത് റൂമിൽ കൊണ്ട് കിടത്തി. ബേബി റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ കൊണ്ട് കിടത്തി. അതിനുശേഷമാണ് ഞാൻ തട്ടാനൊക്കെ നിന്നത്. ഇപ്പോൾ അത്യാവശ്യം തുടയ്ക്കലൊക്കെ മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ, 2025 റമദാൻ നമ്മുടെ പടിവാതിൽക്ക് വന്ന് നിൽക്കുകയാണ് അല്ലേ. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോലെ തന്നെ ആദ്യം നമ്മുടെ മനസ്സും പാകപ്പെടുത്തി എടുക്കണം. റമദാനിലൊരു പ്ലാനിങ്ങോടെ എല്ലാ ജോലികളും തീർത്ത് കൂടുതൽ സമയം വിഭാഗത്തിലായിട്ട് ഇരിക്കലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും നേരത്തെ പണികളെല്ലാം റെഡിയാക്കി വയ്ക്കുന്നത്. മറ്റു മാസങ്ങളിലേക്കാൾ റമദാൻ മാസം വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരിക. എനിക്ക് നല്ലൊരു സന്തോഷമാണ് കേട്ടോ റമദാൻ വരുമ്പോൾ എല്ലാവിടെയും വൃത്തിയാക്കി. എന്നാലും നമുക്ക് റമദാനെ വരവേൽക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് മനസ്സിൽ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞു കാണും അല്ലേ. ഞാനത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. നേരത്തെ ചെയ്ത പണികളാണ് കേട്ടോ. അതുപോലെ തന്നെ റമദാൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഇതുവരെയായി. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. മറ്റുള്ള മാസങ്ങളിൽ ചിലർക്ക് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ മടിയുള്ളവരായിരിക്കും.
എന്നാൽ ഈ ഒരു റമദാൻ മാസത്തിൽ നമുക്ക് മടിയെല്ലാം മാറ്റിവെച്ച് ഖുർആനോദാനും ദിക്റ് ചൊല്ലാനും കറക്റ്റ് സമയത്ത് നിസ്കരിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. കാരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മാസം കൂടിയാണ് റമദാൻ മാസം. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും കറക്റ്റായിട്ട് ഒരു നല്ലൊരു പ്ലാനിങ്ങോടുകൂടി പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു നല്ലൊരു സക്സസ്സിലെത്തുള്ളൂ. ഇപ്പോൾ അതാ എൻ്റെ ലിവിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരുടെയും വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു. പിന്നെ അത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം പറഞ്ഞാൽ സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു. അന്ന് ബ്ലാങ്കറ്റുകളൊക്കെ ഒന്ന് കഴുകി വിട്ടു. പിന്നെ അതുപോലെ തന്നെ ഇക്കാൻ്റെ വണ്ടി ഒന്ന് കഴുകി. പിന്നെ ഇത് മുകളിലാണ് കേട്ടോ. മുകളിൽ അത്യാവശ്യം ഞങ്ങൾ പെരുമാറാറില്ല, അതുകൊണ്ട് തന്നെ നല്ലോണം പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നല്ലോണം പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. പാച്ചു എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലോണം പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. കാറ്റായതുകൊണ്ട് തന്നെ നല്ലോണം ഉണ്ട് പൊടി. മുകളിൽ ആദ്യം തന്നെ ടെറസ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞിട്ട് ടെറസ് ക്ലീൻ ആക്കലാണ് കേട്ടോ. അവിടെ നല്ലപോലെ ഈ പുളിൻ്റെ ഇലയൊക്കെ വീണിട്ട്, അപ്പുറത്തെ വളപ്പിലെ പുളിൻ്റെ ഇലയൊക്കെ വീണിട്ട് അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഒരു സൈഡ് കാറ്റായതുകൊണ്ട് ഒരു സൈഡിലോട്ട് മാറി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാനെല്ലാം അടിച്ചു കൂട്ടി കൊടുത്തു. പാച്ചെല്ലാം ഒരു ഡ്രമ്മുണ്ടായിരുന്നു, പഴയ ഡ്രമ്മുണ്ടായിരുന്നു, അതിനകത്ത് അതൊക്കെ വാരിയിട്ട് ഞങ്ങൾ അതിനടുത്ത് താഴോട്ട് കൊണ്ടുവന്നു. ഞാനും പൈസ വാശി കൊടുത്ത് ഞാനവിടെ ഒന്നും നോക്കില്ല. അവിടെ ഓടിപ്പോ വച്ചതാണ്. നേരെ അവിടുന്ന് ചാടി അവിടെ എങ്ങനെയൊന്നും വലിയ കോല് വേണം. ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്ക് എന്നെയാണെങ്കിൽ അധികം വഹിച്ചില്ല. അതുകൊണ്ട് എനിക്കാണ് ഏജ് ഉണ്ടായിട്ടുള്ള. അപ്പൊ ഇതും ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ മോളത്തെ ക്ലീനിങ് ഒക്കെ ചെയ്തത്. അപ്പോൾ ഫൈസ് നല്ല ഉറക്കമായിരുന്നു. പാച്ചുവിന് പിന്നെ സ്കൂളില്ലെങ്കിൽ ഞാൻ ഉറക്കാറില്ല, ഉച്ച സമയത്ത് ഉറക്കാറില്ല. അപ്പോൾ എല്ലാത്തിനും പിന്നെ പാച്ചു പിന്നെ കൂടാറുണ്ട്. നോക്ക് എത്രയാണ്. ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കിളികളിലേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഫൈസി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയതാണ്. ഉറക്കമൊക്കെ കഴിഞ്ഞിതാ എണിച്ച് വന്നിട്ടുണ്ട്. അവനക്ക് ഭയങ്കര പരാതിയാണ്, അവനെ കൂട്ടാതെ ഫോണിൽ പോയി പറഞ്ഞിട്ട്. മുകളിൽ 2 റൂമും 3 ബാൽക്കണിയാണ് ഉള്ളത് കേട്ടോ.
2 ബെഡ്റൂമുകൾക്കും ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ടെറസിൽ ഒരു ടാപ്പ് ഇടുകയാണെങ്കിലില്ലേ, അത്യാവശ്യം നമുക്ക് അരിയോ എന്തെങ്കിലുമൊക്കെ ഉണക്കണമെങ്കിലൊക്കെ കഴുകി വിടണം. ഇപ്പോൾ ഈ റമദാൻ സമയങ്ങളിൽ കഴുകി വിടാനൊക്കെ നമുക്ക് ആ പൈപ്പ് നല്ലോണം ഉപകാരമാണ് കേട്ടോ. ഞങ്ങളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനെല്ലാ കരിയിലകളൊക്കെ കൂട്ടി കൊടുത്തപ്പോൾ പാച്ചു ഡ്രമ്മിലെടുത്തിട്ട് പറഞ്ഞിട്ട് അവനെല്ലാം ഇതാ കോരിയിട്ടാണ്. ഈ സമയങ്ങളിൽ ഞാൻ അകത്ത് വൃത്തിയാക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇത് മെയിൻ ബാൽക്കണിയാണ് കേട്ടോ. അവിടെ വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ ഈ കുട്ടികളുടെ സ്ഥിരമുള്ള പരിപാടിയാണ് വെള്ളത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൽ. അത് അവർക്കൊരു രസമാണ്. പിന്നെ ഇതാ അടുത്ത ബെഡ്റൂമിൽ ബാൽക്കണിയിൽ നിന്ന് വെള്ളമൊഴിച്ച് കഴുകി വിടലാണ്. അവിടെ അത്യാവശ്യം വെള്ളമൊഴിച്ച് വിട്ടാൽ തന്നെ നല്ല വൃത്തിയായി കിടക്കും. ഇപ്പോൾ ഇതാ പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞു ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലത്തെ മെയിൻ ഹാളാണ് കേട്ടത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണത്. എല്ലാ റൂമിലും ഫുള്ളായിട്ടുള്ള ജനലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ഇരിക്കാൻ നല്ല കാറ്റാണ്. ഈ ജനൽ തുറന്നിട്ടാൽ തന്നെ ആ ഭാഗത്ത് നല്ല കാറ്റാണ്. നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. വൈകുന്നേരം അതുപോലെ തന്നെ മഴയുള്ള സമയങ്ങളിലൊക്കെ അവിടെ ഇരിക്കാൻ നല്ല രസമാണ്.
ഒരു റൂമത്തെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത റൂമാണ് കേട്ടോ അത്. ഒട്ടുക്കത്തെ ചെളിയാണ് ഇവിടെ. ഇത് മുകൾ ഭാഗത്തെ മെയിൻ ഹാളാണ് കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ ഒരിക്കൽ ഹോം ടൂർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എനിക്കിവിടെ വെള്ളമൊക്കെ പറ്റാം, അവിടെ അടിച്ചു വിടണേ. എവിടെ? ഇവിടെ അടിക്കണ്ട, ഇവിടെ വെള്ളം ഒഴിച്ച് അങ്ങനെ കഴുകിട്ടാ. അൽഹംദുലില്ലാ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. റംസാനിന് നമുക്ക് ജ്യൂസ്, ഏറ്റവും കൂടുതൽ എനിക്ക് ജ്യൂസാണ് അടിക്കുക. ഈ എണ്ണക്കടികളേക്കാൾ കൂടുതൽ ഇവിടെ ഞാൻ കുട്ടികൾക്കും കൊടുക്കും, അതാണ് ഇഷ്ടം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സും പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അങ്ങനെയുള്ളതൊക്കെ ജ്യൂസ് അടിക്കുമ്പോഴല്ലേ ഞാൻ റംസാനിൽ ഇൻഷാ അല്ലാ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ജ്യൂസ് അടിക്കുക എന്നുള്ളത്. പിന്നെ ഈ പൈനാപ്പിളിൻ്റെ ഇതുണ്ടല്ലോ, അതിന് ഞാൻ അവിടെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ അത് മെല്ലെ ഇത് വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് വേര് പിടിച്ച് വന്നിട്ടുണ്ട്. ഉണ്ടായാൽ മതിയായിരുന്നു. പിന്നെ ഞാനിതാ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രീസറിലാക്കി വെക്കുകയാണ് കേട്ടോ. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ ആ സമയത്ത് കടന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇതാ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. പിന്നെ അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും നല്ലപോലെ കഴുകി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാ ക്യാരറ്റും കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റംസാൻ മാസങ്ങളിൽ സമയം ലാഭിക്കാൻ പറ്റും. ഇത് കട്ട് ചെയ്ത് അതിനുള്ള സമയം നമുക്ക് ലാഭിക്കാം. അത്രയും സമയങ്ങളിൽ ഖുർആൻ ഓതാനും അതുപോലെ തന്നെ ദിക്റും സലാത്തുകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. തണ്ണിമത്തനും ഞാൻ വെച്ചിരിക്കുന്നത് തണ്ണിമത്തൻ, പൈനാപ്പിള്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മുന്തിരി ഇതൊക്കെയാണ് ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ റംസാൻ, ഈ വർഷത്തെ റംസാൻ ഞാനും ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റാക്കാതെ ഉള്ള സമയങ്ങളിൽ ഖുർആൻ ഓതാനും നിസ്കരിക്കാനും അതുപോലെ തന്നെ ഇബാദത്തിൽ മുഴുകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലും ദുആയിലും എൻ്റെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാ നിങ്ങളും എൻ്റെ ദുആയിലുണ്ടായിരിക്കും. ഞങ്ങളുടെ വീട് ഇഷ്ടമായ ലൈക്കും സബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.